ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലെമണേഡ്സിന്റെ റെസിപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 9 എണ്ണം ഇട്ടിട്ടുണ്ട്, ഇനി 10ാം എണ്ണം വരാനായിട്ട് പോവുകയാണ്. പിന്നെ കഴിഞ്ഞ 3-4 ദിവസം നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇട്ടിരുന്നു, മാംഗോ റെസിപ്പീസ്, മാംഗോ ഡ്രിങ്ക്സ്. അപ്പം കുറച്ച് പേര് എന്നോട് പറഞ്ഞു, മെറിൻ ഈ എല്ലാ ദിവസവും ഇങ്ങനെ പഞ്ചസാരയൊക്കെയുള്ള റെസിപ്പീസ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയബറ്റീസുകാരൊക്കെ എന്തോ ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടി വരുന്ന ആഴ്ച നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി, ശനി 4 ദിവസം 4 ഡയബറ്റീസിന്റെ റെസിപ്പീസ്, ഡയബറ്റീസ് സ്പെഷ്യൽ റെസിപ്പീസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സമ്മർ മാംഗോ ഡ്രിങ്ക്സ്, അത് ഷോർട്സ് ഇട്ടെന്ന് കമ്പൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾക്ക് മാംഗോ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്യുക. എനിക്കാണെങ്കിൽ ഇങ്ങനെ പഴുത്ത മാങ്ങ കിട്ടിയാൽ ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ മാംഗോ കഴിക്കട്ടെ, നിങ്ങൾ പോയിട്ട് വീഡിയോ കാണുക. ഓക്കെ, പഴുത്ത മാങ്ങ കൊണ്ട് നമുക്ക് പലവിധമായ റെസിപ്പീസ് ഉണ്ടാക്കാം. മാംഗോ ഹൽവ ഉണ്ടാക്കാം, മാംഗോ കേക്ക്, മാമ്പഴ പുളിശ്ശേരി, തൈര് ഒഴിക്കാതെ പഴുത്ത മാങ്ങ കറി, അങ്ങനെ പലതും ഉണ്ടാക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ഈ പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4 മാംഗോ ഡ്രിങ്ക്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് എരിവുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, കുട്ടികൾക്ക് പറ്റിയതുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള 4 മാംഗോ ഡ്രിങ്ക്സ് സമ്മർ സീസണിൽ, ഈ മാംഗോ സീസണിൽ പറ്റിയതും ട്രൈ ചെയ്യാൻ പറ്റുന്നതുമായ 4 റെസിപ്പീസാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യുർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആദ്യമായിട്ട് നമ്മൾ മാംഗോ ലസ്സി, അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഏലയ്ക്ക, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, 1 കപ്പ് തൈര്. പിന്നെ നമ്മൾ മാംഗോ മിക്സിയിലേക്ക് ഇടുക, അതിൻ്റെ കൂട്ടത്തിൽ ഏലക്ക പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. ഇത്ര ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചുകൊണ്ട് വരണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 കപ്പ് തൈരും കൂടെ ചേർത്ത്, പിന്നെ നമ്മൾ പൾസിലേ അടിക്കാവുള്ളൂ, ഫാസ്റ്റായിട്ട് അടിക്കരുത്. ഫാസ്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലൂസായിട്ട് പോകും. അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ ലസ്സി റെഡിയാകുന്നതാണ്. നല്ല ഇലാച്ചിയുടെ ടേസ്റ്റും, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കണ്ടാൽ വളരെ ഭംഗിയായിരിക്കും, കുടിക്കാനും അത്യുത്തമമാണ്. നമ്മൾ വളരെ വില കൊടുത്താണ് ഇത് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്, വളരെ ചീപ്പായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മിൽക്ക് ഷേക്ക്, സ്മൂത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 മാങ്ങ തന്നെ അതിൻ്റെ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പാലിടുമ്പോൾ അത് ഫ്രോസൺ മിൽക്ക് ആയിരിക്കണം, നല്ല കട്ടിയാക്കണം. ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചുകൊണ്ട് വരും. വെള്ളം ഒഴിക്കരുത്, നന്നായിട്ട് പാലിൽ തന്നെ ചേർത്ത് അടിച്ചുകൊണ്ട് വരണം. ഫ്രോസൺ മിൽക്ക് ആയിരിക്കണം, എന്നാലേ നമുക്കിങ്ങനെ തിക്കായിട്ടുള്ള മാംഗോ സ്മൂത്തി കിട്ടുകയുള്ളൂ. ഇതിനകത്ത് നമുക്ക് ചെറിയിട്ട് നോക്കാം, അതുപോലും താന്നു പോകത്തില്ല, അതുപോലെ തിക്കാണ്. പിള്ളേർക്കൊക്കെ ഷുവറായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമ്മർ റെസിപ്പിയാണ്. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടി നമ്മൾ 2 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. സിമ്പിൾ മാംഗോ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിന് വെള്ളവും മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. മാങ്ങ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മാങ്ങയും 2 ഗ്ലാസ്സിനുമുള്ള അളവുകളാണ് ഈ പറയുന്നതെല്ലാം. പിന്നെ അതിന് വേണ്ടുന്ന ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിക്കണം. വെള്ളം ചേർക്കാതെ അടിക്കണം കേട്ടോ, എന്നാലേ അതിനകത്തുള്ള ഫൈബേഴ്സൊക്കെ ഒന്ന് ചെറുതായിട്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് അടിച്ചാൽ ഫൈബേഴ്സ് നമ്മൾ കുടിക്കുമ്പോൾ വായിൽ തടയും. നമ്മൾ അരിക്കുന്നില്ലല്ലോ, ഇത് നേരെ അങ്ങനെ ഉപയോഗിക്കണം. അരിക്കുന്നത് നല്ലതല്ല, ഫൈബേഴ്സൊക്കെ നമുക്ക് നഷ്ടമാവും. അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് മാംഗോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക, 1-2 ഐസ് ക്യൂബ്സും കൂടി ഇട്ടുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി ഡ്രിങ്കാണ് ഈ സിമ്പിൾ മാംഗോ ജ്യൂസ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു മോക്ടെയിലായിട്ടാണ്. അതിനുവേണ്ടി 2 മാംഗോയുടെ പീസസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ലെമണിൻ്റെ ജ്യൂസ്, 1 പച്ചമുളക്, കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് റോക്ക് സോൾട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ സോൾട്ട് ആയാലും മതി. പിന്നെ കസ്കസ് സോക്ക് ചെയ്തത്. എല്ലാത്തിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ്സ്
നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. മാങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നു, പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു, പിന്നെ റോക്ക് സോൾട്ട് അല്ലെങ്കിൽ സാധാരണ സോൾട്ട് ആയാലും മതി. പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഇതിന് പകരം 2 കാന്താരി മുളക് വേണമെങ്കിൽ ഇടാം. പിന്നെ പുതിന ഇല, പിന്നെ നമ്മുടെ ഷുഗർ 2 ടേബിൾ സ്പൂൺ. ഇത്ര എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരിക. പിന്നെ നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കറക്കിയെടുക്കണം. വെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ ചേർക്കാവുന്നതാണ്, സോഡ. പിന്നെ സെർവ് ചെയ്യുമ്പോൾ സോക്ക് ചെയ്ത കസ്കസ് അല്ലെങ്കിൽ ഷിയ സീഡ്സ് അത് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അരിക്കണം എന്നുണ്ടെങ്കിൽ അരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ സാരയില്ല, അങ്ങനെ തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് പുതിന ഇലയും പച്ചമുളക് കട്ട് ചെയ്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ലെമൺ വെഡ്ജസ് ഉപയോഗിക്കാം. ഇതൊക്കെ വെച്ച് ഒരു അട്രാക്റ്റീവ് ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള മാംഗോ ഡ്രിങ്ക്സൊക്കെ. അപ്പം നമ്മുടെ 4 മാംഗോ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ലസ്സി, പിന്നെ നമ്മുടെ സിമ്പിൾ മാംഗോ ജ്യൂസ്, പിന്നെ നമ്മുടെ മാംഗോ സ്മൂതി, പിന്നെ നമ്മുടെ മാംഗോ മോക്ടെയിൽ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ സമ്മർ സീസണിൽ, ഈ മാംഗോ സീസണിൽ ട്രൈ ചെയ്യണം കേട്ടോ, ട്രൈ ചെയ്യാതിരിക്കരുത്. കിങ് ഓഫ് ഫ്രൂട്ട്സ് ആണ് മാംഗോ. നമ്മളത് വേണ്ട രീതിയിലെല്ലാം അതിൻ്റെ സീസണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്, വളരെ ഫൈബർ റിച്ച് ആണ്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.